ഓക്കെ ഡിയേഴ്സ്, നമ്മളിതാ വീണ്ടും നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് വന്നതാണ്. നമ്മുടെ പേപ്പർ, അതായത് നമ്മളത് ലാസ്റ്റ് 11ാമത്തെ യൂണിറ്റ് നമ്മുടെ കോഴ്സിലെ ആ ലാസ്റ്റ് പേപ്പറിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലാസ്റ്റ് 11ാമത്തെ ആ ഒരു യൂണിറ്റിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഓർഡർ ബുക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ഓർഡർ ബുക്കിൽ എന്തൊക്കെ വേണം, അതായത് കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ അവരുടെ പേര് വേണം, അവരുടെ അഡ്രസ്സ് വേണം, എന്നാണ് ഡേറ്റ് വേണം, ദെൻ എപ്പോഴാണ് വേണം അല്ലേ, എപ്പോഴാണ് അവർ വാങ്ങിയത്, ഡേറ്റും അഡ്രസ്സും നെയിമും അവരുടെ പ്ലേസ്, ദ നെയിം ഓഫ് പ്ലേസ്, ഏത് സ്ഥലത്തു നിന്നാണ് അവർ ഓർഡർ ചെയ്തത്, അതിൻ്റെ പ്രൈസ്, ക്വാളിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബുക്കാണ് ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞു. ദെൻ ക്യാഷ് മെമ്മോ, നമ്മൾ ക്യാഷ് റെസിപ്റ്റിൽ നമ്മൾ അവരുടെ നെയിം വേണം, പിന്നെ അഡ്രസ്സ് വേണം, പ്രൈസ് വേണം, അത് നിർബന്ധമാണ്. ഒരു റെസിപ്റ്റ് നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഷോപ്പിൽ പോയാലും റെസിപ്റ്റ് വാങ്ങുമ്പോൾ അതിൽ എന്ത് വേണം, എത്ര രൂപക്കാണ് വാങ്ങി നമ്മൾ വേഗം നോക്കുക ഫസ്റ്റ് എത്ര രൂപയാണ് അത്, പിന്നെ ഏത് ബിൽഡിംഗ് ആണോ അല്ലെങ്കിൽ ഏത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പേര് വേണം, ബില്ലിൽ കറക്റ്റ് വേണ്ടത് എന്താ, നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് നമ്മളെ അപ് ടു ഡേ ലൈഫിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലുള്ള സംഭവം ആലോചിച്ചാൽ മതി. നമ്മൾ പോകുന്നു എന്തെങ്കിലും വാങ്ങുമ്പോൾ ബില്ല് എന്തുണ്ട്, അതൊക്കെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ബികോമിൽ പഠിക്കുന്ന ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ മെമ്മോയിൽ ക്യാഷ് എന്താ പറഞ്ഞത്, നമ്മൾ എന്തിൽ വേണമെന്നാണ് പറഞ്ഞത് നേരത്തെ, ആ ഒരു ബില്ലിൽ റെസിപ്റ്റിൽ എന്തൊക്കെ വേണം, പേര് വേണം, അഡ്രസ്സ് വേണം, പ്രൈസ് വേണം, അങ്ങനെയൊക്കെ വേണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു അതിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൻ്റെ ലാസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഡേറ്റ്, സീരിയൽ നമ്പർ, എന്തിൻ്റെ ഡേറ്റ് അപ്പം എന്താ, കണ്ടന്റ് ഓഫ് ക്യാഷ് മെമ്മോ. ക്യാഷ് മെമ്മോയിൽ എന്തൊക്കെ വേണം എന്ന് പറയുക, ഡേറ്റ്, സീരിയൽ നമ്പർ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പ്രൊവൈഡർ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പർച്ചേസർ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളാണ്, അത് കസ്റ്റമറാണ്. ഓക്കെ, യൂണിറ്റ് കോസ്റ്റ് ഓഫ് മർച്ചൻ്റ്, അതായത് നമ്മുടെ രണ്ടുണ്ടാവും, റീറ്റെയിൽ പ്രൈസ് ഉണ്ടാവും അല്ലേ, ഹോൾസെയിൽ, റീറ്റെയിൽ, അങ്ങനെയുള്ള പ്രൈസൊക്കെ അതിലേക്ക് വേണം. എമൗണ്ട് ഓഫ് സീരിയൽ നമ്പർ വേണം, ഡിസ്കൗണ്ട് വേണം, GST അടയാളപ്പെടുത്തണം, അഗ്രിഗേറ്റ് എമൗണ്ട് റിസീവ്ഡ്, സിഗ്നേച്ചർ ഓഫ് ദ ക്യാഷർ, സിഗ്നേച്ചറും ചിലപ്പോൾ സീലൊക്കെ വെച്ച് കൊടുക്കും ചില ഷോപ്പിലെ ആൾക്കാർ. പ്രത്യേകിച്ച് ഫാർമസിയിലാണിത് പ്രത്യേകിച്ച് നടക്കുന്ന ഒരു സൈക്ലിംഗ് ആണിത്. എന്താണ്, ഫാർമസി മരുന്നിൻ്റെ കാര്യത്തിൽ. കാരണം 2000-3000 രൂപയുടെ മരുന്നൊക്കെ വാങ്ങി ചിലപ്പോൾ മാറിപ്പോയാൽ അതൊന്ന് മാറ്റി വാങ്ങണമെങ്കിൽ സീലൊക്കെ ചിലപ്പോൾ അത്രയും ക്യാഷിൻ്റെ മരുന്നാവും. അതുകൊണ്ട് സീലൊക്കെ എന്താണ് വളരെ നിർബന്ധമായ കാര്യമാണ്. നെക്സ്റ്റ് അതിലൊരു ടൂർ ഡയറി ഉണ്ട്. ആ ടൂർ ഡയറിയിൽ വേണ്ട കാര്യം നെയിം ഓഫ് സ്പോട്ട്, എവിടെയാണ് അവർ വിസിറ്റ്, അതായത് കസ്റ്റമേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല, നമ്മുടെ ഒരു ഡയറി ബുക്ക് കെപ്റ്റ് വിത്ത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും സെയിൽസ്മാരും അങ്ങനെ ടൂർ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ name of spot visited and data of visit made and mode of transport utilized and expense of movement and names customers. അത് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ പേരും നെയിമും അഡ്രസ്സും എങ്ങോട്ടാണ് പോകേണ്ട സ്ഥലം അങ്ങനെ റിസൾട്ട് ഓഫ് ദ വിസിറ്റ് ഓഫ് അവർ അറ്റ് ലാസ്റ്റ് പോയി വന്നതിന് വിസിറ്റ് ചെയ്ത ആ ഡയറി എവിടെ, എന്താണ്, എത്ര ടൈം സ്പെൻഡ് ചെയ്തു, എക്സ്പെൻസ് എത്രയായി, എപ്പോഴാണ് തിരിച്ചെത്തിയത്, എപ്പോഴാണ് പോയത്, എത്ര ആളുകളുണ്ടായിരുന്നു, എന്ത് വണ്ടിയിലാണ് പോയത്, അങ്ങനെ എല്ലാ തരം കാര്യങ്ങളും ഇൻക്ലൂഡായിട്ട് അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് എന്തെന്ന് പറയുന്നു, ടൂർ ഡയറി എന്ന് പറയുന്നു. അതാണ് നമ്മൾ ലാസ്റ്റ് ഈ പാഠഭാഗത്തിൽ കൺക്ലൂഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ 12ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൻ്റെ മെയിൻ നമ്മുടെ പേര് യൂണിറ്റ് 12 എത്തിക്സ് ആൻഡ് സെല്ലിങ്സ്. ഓക്കെ, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്തിക്സ് ആൻഡ് സെല്ലിംഗ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് 12ാമത്തെ യൂണിറ്റ് പേര്. അതിൽ എത്തിക്സ് ഇൻ സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് എന്ത്, ഹോണസ്റ്റി വേണം, പ്രിൻസിപ്പിൾ വേണം, ഇൻറ്റഗ്രിറ്റി വേണം, കോൺഷ്യസ് വേണം, മോറൽ വേണം, അക്കൗണ്ടബിലിറ്റി വേണം, ഫെയിംസ് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, ഒരു എത്തിക്സ് കംപ്ലീറ്റഡ് ആവുള്ളൂ അല്ലേ. അതായത് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതിലും ഒരു എത്തിക്സ് വേണം. നമ്മൾ ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, പറ്റിക്കരുത് എന്നാണ് ഇതിൽ ഒരു എത്തിക്സ് ഒരു സത്യസന്ധത വേണം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിൽ ഒബ്ജക്റ്റീവ്, ഇൻട്രൊഡക്ഷൻ, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് മീൻസ് പറയാൻ ഇമ്പോർട്ടൻസ്, എത്തിക്സ് ഓഫ് സെല്ലിംഗ്, ടൈപ്പ് ഓഫ് എത്തിക്കൽ ബിഹേവിയർ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഓഫ് സെല്ലിംഗ് ആൻഡ് ടെക്നിക്കൽ എത്തിക്കൽ സെല്ലിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഓഫ് എത്തിക്കൽ സെയിൽസ് കോഡ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ലെറ്റ് സം ഓഫ് ആൻസർ ഓഫ് ചെക്ക് ഓഫ് പ്രോഗ്രസ് ആൻഡ് ടെർമിനൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ദെൻ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് എത്തിക്സ്, എന്താണ് എത്തിക്സ്, അതിൻ്റെ മീനിങ് പറയുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എത്തിക്സ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എത്തിക്സ് ആൻഡ് എൻഷുറൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എത്തിക്സ് and ethical legal aspects of ethics and appreciate different waves of ethics. Okay,
എത്തിക്സ് ഹാസ് ഗെയിൻഡ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ദ വേൾഡ് ഓഫ് ബിസിനസ് ടുഡേ. ഇത് ഇൻട്രൊഡക്ഷൻ മിസ് വായിച്ചതാ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എത്തിക്സ് ഇൻ സെല്ലിംഗ്. എന്തിനുള്ള എത്തിക്സാ? സെല്ലിങ്ങിൽ, വിൽപ്പനയിലുള്ള എത്തിക്സ്. പക്ഷേ ഈ പൊതുവെ മിസ് ജനറലായിട്ടൊരു കാര്യം പറയാണ്, എത്തിക്സ് എന്ത് കാര്യത്തിനും എന്ത് വേണം? എത്തിക്സ് വേണം എന്നാണ് പൊതുവെ. ഗുഡ് മാനേഴ്സ്, നല്ല ചിന്ത ഉള്ള ആളുകൾക്ക് എന്തുണ്ടാവും? നല്ലൊരു എത്തിക്സ് ഉണ്ടാവും. നമ്മൾ ആരെയും പറ്റിക്കാതെ നമ്മൾ പറ്റിക്കപ്പെടാതെയും മറ്റുള്ളവരെ പറ്റിക്കാതെയും ജീവിച്ചു പോവാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ. ഇപ്പോഴത്തെ ജനറേഷനിൽ എന്താണ്, പണ്ടത്തെ ആളുകളൊക്കെ വളരെ സത്യസന്ധരായ അച്ഛനും അമ്മയും, അമ്മ വീട്ടിൽ ഹൗസ് വൈഫായിരിക്കും, അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്നു, മക്കളെ നോക്കുന്നു, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1980s. പക്ഷെ ഇപ്പോൾ 2000 ആയിട്ടുള്ള കാലഘട്ടമൊക്കെ മാറി. ഇപ്പം എന്താണ്, കുട്ടികൾക്കൊക്കെ എത്തിക്സ് അത്ര എന്താ പറയുക, അച്ഛനും അമ്മയും അത്രയും ഗുഡായി വളർത്തിയാലും കുട്ടികളുടെ ബ്രെയിൻ പല രീതിയിലും ചിന്തിക്കുന്നു. അവർക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, സോഷ്യൽ മീഡിയ, അങ്ങനെ പലതും ഇവരെ എഫക്റ്റ് ചെയ്തിട്ട് എന്താവുന്നു, എത്തിക്സ് ചിലത് മാറിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. കാരണം നമ്മൾ പല കേസസും ഇപ്പോഴും ഇങ്ങനെ ഓരോ ന്യൂസിലൊക്കെ പലതും കാണുന്നു, ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും, അങ്ങനെ പല ഷഹബാസിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങളും അല്ലേ, ഒരു ചെറിയൊരു സ്കൂളിലാണ് ആ ഒരു സംഭവം നടന്നത്. അങ്ങനെ ഇതൊക്കെ ഒരു എത്തിക്സിൻ്റെ ഭാഗം. അവർക്കൊക്കെ വളർന്നു വരുന്ന ഒരു സംസ്കാരമുള്ള ഒരു ഫാമിലിയിൽ എത്തിക്സ് ഒരു മിനിമം കോമൺ സെൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആ കുട്ടിയെ അങ്ങനെ ഉപദ്രവിക്കില്ലായിരുന്നു. 10th എക്സാം ഒന്നും എഴുതാതെ ആ കുട്ടി മരിച്ചുപോയി. അതിൻ്റെ എന്താ പറയുക, ആ കുട്ടീൻ്റെ ഹോൾ ടിക്കറ്റും മാർക്ക് ലിസ്റ്റൊക്കെ പിന്നെ വാട്സപ്പിൽ വൈറലായി വന്നതാണ്. അപ്പോൾ ഒരു എത്തിക്സ്, അതൊക്കെ ആ ഒരു എത്തിക്സിന് വിപരീതമായിട്ട് സമൂഹത്തിൽ ഒരു എത്തിക്സ് ഉണ്ട്. സമൂഹത്തിന് ഇന്നതേ അങ്ങനെ ഉണ്ട്. പക്ഷെ അതൊരു സൈലൻ്റ് ആണ്. അത് പ്രാക്ടിക്കൽ ആക്കുന്നവർ വളരെ കുറവേ ഉള്ളൂ. കാരണം അത് വളർന്നു വരുന്ന തലമുറ, ഒരു വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അച്ഛനും അമ്മയും ഒരു ഘടകം തന്നെയാണ്. എങ്കിലും എത്ര അച്ഛനും അമ്മയും നല്ലതായാലും കുട്ടികളുടെ ചിന്ത മാറിപ്പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കുട്ടികളുടെ ചിന്ത മാറിപ്പോയി ക്രിമിനൽ മൈൻഡിൽ എത്തിയ എക്സാമ്പിളാണ് നമ്മളെ ഷഹബാസിൻ്റെ ആ ഒരു കൊലപാതകമൊക്കെ വന്നത്. ആ കുട്ടി ജീവൻ പോയതൊക്കെ വളരെ സങ്കടകരമായ അവസ്ഥകളാണ്. ഒരു എത്തിക്സ് സമൂഹത്തിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഓരോ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഓവർകം ചെയ്ത് വരും നിവൃത്തിയുള്ളൂ. കാരണം നമ്മളെ ജീവിതം ജീവിച്ച് തീർത്തല്ലേ പറ്റൂ അല്ലെ. അവൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എന്തായാലും ഒരു സമയത്ത് നമ്മൾ അതിൻ്റെതായ ഒരു സങ്കടം ഇവിടെ പറയാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലതും നല്ല ആശംസകളും അറിയിക്കുകയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, അവരൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെ പ്രാർത്ഥന എപ്പോഴും അവരുടെ കൂടെ തന്നെയുണ്ട്. അപ്പം നമ്മൾ എത്തിക്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. അതിന് ഇൻട്രൊഡക്ഷൻ പറയുന്നത്, എത്തിക്സ് ഹാസ് ഗെയിൻഡ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ദ വേൾഡ് ഓഫ് ബിസിനസ് ടുഡേ. ഇപ്പോഴത്തെ ഈ ബിസിനസ് കാലഘട്ടത്തിൽ എത്തിക്സ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയ ഒരു കാര്യം തന്നെയാണ്. That ethics plays an important role in running of business in all its efforts to manner that all the stakeholders are assured that temporary and adherence a morality of business ethics an important one in the business deal. In information sharing and financial supporting and dealing and selling activities എല്ലാത്തിലും എന്തൊരു എത്തിക്സ് വേണം. എന്തൊക്കെ ഡീലിംഗ്, അതായത് ഹോണസ്റ്റി ആണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് വൺ. ഹോണസ്റ്റി, സത്യസന്ധത. അത് ഡീലേഴ്സുമായിട്ട് നമ്മൾ ബിസിനസ് പാർട്ട്ണർമാരുമായിട്ട് എന്ത് ചെയ്യണം, അവർ ബിസിനസ് എഗ്രിമെൻ്റ് ഒക്കെ ഒപ്പുവെക്കുമ്പോൾ അതിനൊരു എത്തിക്സ് ഉണ്ടാവും. അതിലൊരു പോയിൻ്റാണ് ഹോണസ്റ്റി. സത്യസന്ധമായിട്ടായിരിക്കണം. കാരണം അതിൽ ഒരു ബിസിനസ് ഡീൽ ചെയ്യുമ്പോൾ അതൊരു പക്ഷേ നഷ്ടമാവാം, ഒരു പക്ഷേ ലാഭമാവാം. അതെല്ലാം സത്യസന്ധതയോട് കൂടി ഷെയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ക്യാഷിനെ ഒരുമിച്ചാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ കൊടുക്കുക എങ്കിലും എല്ലാവരും ഒരേപോലെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അവിടെ ഒരു എത്തിക്സ് ഉണ്ടാവും. ആരും ആരെയും ചതിക്കാൻ പാടില്ല. ഓക്കെ, ഇവിടെ എന്തൊക്കെയാ പറയുക, ബിസിനസ് ഡീലിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ഷെയറിങ്. ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും ബിസിനസ്സിലൊക്കെ ഇൻഫർമേഷൻ ഓഫ് ഷെയറിങ്, അതായത് എന്ത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ മൂടി വെച്ച് രഹസ്യമായിട്ട് അവനോട് പറയാതെ, പാർട്ട്ണർമാരോട് പറയാതെ ഇപ്പുറത്ത് പോയിട്ട് വേറെ പറയാം, അങ്ങനെയുള്ള നിഗൂഢ തന്ത്രങ്ങളെല്ലാം എന്താണ്, എത്തിക്സിന് വിരുദ്ധമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ലൊരു ബിസിനസ് ഡീൽ മുന്നോട്ട് പോകാൻ കുറേ സത്യസന്ധമായ കാര്യങ്ങളും, അതായത് അക്കൗണ്ടബിലിറ്റി, എല്ലാത്തിനും മോറൽ മീൻസ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മോറലായിട്ട് ചിന്തിക്കുക അല്ലെ, സത്യസന്ധമായി ചിന്തിക്കുക എന്നാണ് അർത്ഥം. പിന്നെ എന്തും വേണം, ഇൻറ്റഗ്രിറ്റി, എല്ലാത്തിനും ഒരു നല്ല വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും അതും വേണം. It will understand the different type of ethical behavior in various ethical aspects of selling. It will also discuss the legal issues involved. The selling also different technique of അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ടെക്നിക്സും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. The first, what is meant by ethics? What is ethics? Okay, അപ്പോൾ അതൊരു ഡെഫിനിഷൻ ആണ്. What is ethics? And definition is the ethics refers to the
Ethics refers to the field of study that guides an individual of deciding what is good or bad, right or wrong, fair or unfair. Okay. It believed to be a set of principles based on morality about human conduct or behavior across the different situations. The term ethics has been derived from the Greek word ethos, which means character, ideals and standards. Ethics not only applies to personal lives but also the applicable to every domain, professional and organization lives too. അപ്പോൾ എത്തിക്സ്, വാട്ട് ഈസ് എത്തിക്സ് എന്നുള്ളതിന് ഉത്തരമാണ് മിസ് വായിച്ചത്. എത്തിക്സ് പല എന്താ പറയുക, എക്കണോമിക് ആയാലും സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും എല്ലാ തരത്തിലും ഒരു എത്തിക്സ് വേണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റോങ്, ഗുഡ് ഓർ ബാഡ്, റൈറ്റ് ഓർ റോങ്. അത് ഗുഡ് ആയാലും ബാഡ് ആയാലും എല്ലാവരും ഒരുമിച്ച് തന്നെ ഷെയർ ചെയ്തിരിക്കണം. റൈറ്റ് റോങ് ആയാലും അതൊക്കെ പരസ്പരം ഷെയർ ചെയ്തിരിക്കണം. അത് ആരും ചതിക്കാൻ പാടില്ല. അപ്പോൾ റോങ് ആയാലും ബാഡ് ആയാലും എന്തായാലും എല്ലാവരും ഒരേപോലെ നിന്ന് നമ്മൾ ഓവർകം ചെയ്യണം. ഇറ്റ് ബിലീവ് ദർ ഈസ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺലി മൊറാലിറ്റി അബൌട്ട് ഹ്യൂമൻ കോണ്ടാക്ട്. അതായത് ഹ്യൂമൻ കോണ്ടാക്ട് ആൻഡ് ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തിലുള്ള ഗുണം, സത്യസന്ധമായ ഗുണത്തിനെ പറയുന്നതാണ് എന്ത് എത്തിക്സ് എന്ന് പറയുന്നത്. അത് പ്രാക്ടിക്കലി മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാക്ടിക്കലി നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള ഗുണങ്ങളാണ് എന്തായി നമ്മുടെ സൊസൈറ്റിയിലേക്ക്, നമ്മൾ ആരാണോ എന്താണോ അതാണ് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അത് നമ്മളൊരു എത്തിക്സിൻ്റെ ഭാഗമാണ്. നമ്മൾ ഗുഡാണെങ്കിൽ ഗുഡായിട്ടുള്ള എത്തിക്സിൽ പിന്തുടർന്ന് നമ്മൾ എന്തും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വിശ്വാസം, സൊസൈറ്റിക്ക് നല്ലൊരു ഗുഡായിട്ടൊരു വിശ്വാസം വേണം. ഓക്കെ, നമ്മുടെ ക്യാരക്ടറൊക്കെ അതിൽ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ടറാണ്. ദെൻ അതിൽ ഡെയ്സ്ബി ബീച്ച് എന്ന് പറയുന്ന ഒരാൾ എത്തിക്സിനെ റെഫർ ചെയ്ത്, എത്തിക്സ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പൽ വിച്ച് ഷുഡ് പ്ലേ എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഗൈഡിങ് ആൻഡ് കോണ്ടാക്ട് മാനേജേഴ്സ് ഓഫ് ലോയൽ ഓപ്പറേഷൻ ഓഫ് എൻ്റർപ്രൈസസ്. ഓക്കെ, എത്തിക്സ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. നേരത്തെ പറഞ്ഞല്ലോ, സത്യസന്ധത, ശരി, നല്ല ചിന്ത, നല്ല നടപ്പ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരുടെ ബിഹേവിയർ, നല്ല ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ക്യാരക്ടർ നന്നാവുക, അങ്ങനെ കുറേ ഒരാളുടെ ഗുഡ് പേഴ്സണാലിറ്റി, പിന്നെ നല്ല എല്ലാം കൊണ്ടും നല്ല ക്യാരക്ടറായിട്ടുള്ള ഒരു ആൾക്ക് വേണ്ട ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ആ ഒരു ഇതിനെ എന്തെന്ന് പറയുന്നു, ഗുഡ് എത്തിക്സ് എന്ന് പറയുന്നു. വാട്ട് ഈസ് എത്തിക്സ്? വാട്ട് ഈസ് എത്തിക്കൽ സെറ്റിങ്സ്? എത്തിക്കൽ സെല്ലിംഗ് ഈസ് എത്തിക്കൽ സെല്ലിംഗ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്തിക്സിനെ എങ്ങനെ സെല്ലിംഗ്, അതൊരു വേർഡ് തന്നെ, ടെക്നിക്കൽ വേർഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എഴുതാം. വാട്ട് ഈസ് എത്തിക്കൽ സെല്ലിംഗ്? അത് എത്തിക്കൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ് ഈസ് സെല്ലിംഗ് ഓർ എത്തിക്കൽ സെല്ലിംഗ് ഡീൽസ് വിത്ത് എൻ മോറൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു കമ്പനീസ് എഫേർട്ട് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ മെയ്ഡ് ഇൻ direction of persuading the convincing the customers by a product of company. It refers to set of behavioral standard and ensure that very lead, prospect and customer is given a treatment of respect and honesty and integrity. അതായത് നമ്മൾ ബഹുമാനത്തോടു കൂടെയും സത്യസന്ധമായിട്ട് നമ്മുടെ കമ്പനിയുടെ കീഴിൽ, നമ്മുടെ കമ്പനി നല്ല, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി, എവിടെയെങ്കിലും ഒരു കമ്പനി, ആ കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്മാൻമാരും സെയിൽസ്മാൻമാരും ഓഫീസേഴ്സും മാനേജേഴ്സും അസിസ്റ്റൻറ്റ് മാനേജേഴ്സും എന്തിൽ കൂടുതൽ പറയുന്നു, ക്ലീനിങ് സ്റ്റാഫ് വരെ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഓരോ തസ്തികയിലുള്ള ആളുകൾക്കും കമ്പനിയോട് എന്ത് വേണം, ഒരു കൂറ് പുലർത്തണം. ദാറ്റ് ഈസ് എത്തിക്സ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് എത്തിക്സ്. നമ്മൾ സത്യസന്ധതയോടുകൂടി, ഇപ്പോൾ നമ്മൾ വർക്കുന്ന ഏത്, ഇപ്പോൾ മിസ് ഈ ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചവരെയും നമ്മളെ എന്ത് ചെയ്യാൻ, ഈ ക്ലാസ് എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നതും, നമ്മൾ അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചൊരു എത്തിക്സ് ഉണ്ടാവും. നമുക്കൊരു വിശ്വാസം, അവർക്ക് നമ്മളോടൊരു വിശ്വാസം, നമുക്ക് അവരോടൊരു വിശ്വാസം ഉണ്ടാവും. ഏത് ജോലിയായാലും, ബിസിനസ് മാത്രമല്ല, നമ്മളെ ചുറ്റുപാടുമുള്ള എന്തിലും ഒരു എത്തിക്സ് ഉണ്ടാവും. അതൊരു കൂറ്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് കൂറ് പുലർത്തുക, അല്ലേ? നമ്മൾ അങ്ങോട്ട് സത്യസന്ധത പുലർത്തുക. അത് നമ്മുടെ മാനർ ആവാം, നമ്മുടെ ബിഹേവിയർ ആവാം, നമ്മുടെ സ്വഭാവ ഗുണം കൊണ്ട്, അങ്ങനെ എല്ലാം കൂടി ഒരു പേഴ്സണിൻ്റെ മൊത്തം, ഒരു പേഴ്സണിൻ്റെ മൊത്തം നിലവാരം, അല്ലെ, അത് തന്നെയാണ് ഒരു എത്തിക്സ്. ഒരു ഗുഡാണ് എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി, ദാറ്റ് ഈസ് എത്തിക്സ്. ഓക്കെ, സെയിൽസ് എത്തിക്സിലേക്ക്, ഇനി അത് സെയിൽസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ എത്തിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസ് എത്തിക്സ് അഷ്യൂർഡ് യൂസ് ഓഫ് ട്രസ്റ്റ് വർത്തി സെയിൽസ് പ്രാക്ടീസസ്, ഹോണസ്റ്റ് സെല്ലിംഗ് ടെക്നിക്സ്. ഹോണസ്റ്റ് സെല്ലിംഗ് ടെക്നിക്സ് മീൻസ് സെല്ലിങ്ങിലേക്ക്, ഈ എത്തിക്സിനെ നമ്മുടെ ബിസിനസ് സെല്ലിങ്ങിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് ടെക്നിക്സ്, സെയിൽസ് പ്രാക്ടീസസ് ആൻഡ് ഹോണസ്റ്റ് സെല്ലിംഗ് ടെക്നിക്. ഹോണസ്റ്റ്, സത്യസന്ധമായ വിൽപ്പനയിലെ ടെക്നിക്സ് ഉപയോഗിക്കുക.
കാരണം നമ്മൾ തെറ്റങ്ങോട്ട് പറയാനും പാടില്ല. സത്യസന്ധമായ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബിസിനസ് ഡീലിംഗ് ചെയ്യുന്നതിനെയാണ് സെയിൽസ് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ. നേരത്തെ എക്സാമ്പിൾ നമ്മൾ ഒരു സാധനം വിൽക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ കള്ളത്തരം പറയരുത്. അതായത് ഈ സാധനം അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കി നമ്മളത് വാങ്ങും. അത് വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ അവർ നമ്മളെ ശപിക്കും, അല്ലെങ്കിൽ പ്രാഗ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പം ബിസിനസ് സെല്ലിങ്ങിലും എന്ത് ചെയ്യണം, ഒരു എത്തിക്സ് പാലിക്കണം. നമ്മൾ പറഞ്ഞു പിന്നെന്താണ് ബിസിനസ് ടു കസ്റ്റമർ, B2C എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും റിവൈൻഡ് ചെയ്ത് പറയുന്ന B2C കമ്മ്യൂണിക്കേഷൻ. ആ B2C കമ്മ്യൂണിക്കേഷൻ ഗുഡ് ആവണമെങ്കിൽ അവിടെ ഒരു ഗുഡ് എത്തിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് മാറൂ. നല്ലൊരു കസ്റ്റമേഴ്സും സെയിൽസ്മാനും കസ്റ്റമറും തമ്മിൽ ലോങ് ടേം ആയിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ എന്തായി മാറും, അതൊരു നല്ല എന്തായി മാറും, ബിസിനസ് ഡീലിങ്ങും ഭാവിയിലേക്ക് ഗ്രോത്തും സക്സസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് എത്തിക്സ് നിർബന്ധമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എത്തിക്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ബൈ ടേം ഓൾ ദ റിലേറ്റഡ് സെല്ലർ പ്രോഡക്ട്സ് ആൻഡ് ഇമ്പോസ് ഡിസിപ്ലിൻസ് വേണം. എത്തിക്കൽ സെല്ലിങ്സ് മാർക്ക് ഗുഡ് കോർപ്പറേഷൻ അല്ലേ, മറ്റുള്ള ഗുഡ് കോർപ്പറേഷൻ ആവണം. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എത്തിക്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.